السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. വന്യരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, വിശിഷ്യ ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായ വന്യരായ പേരോട് ഉസ്താദ് അവർകളെ, സിറാജുൽ ഹുദയുടെ സംഭവ ബഹുലമായ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സെഷനാണ് ഖുർആൻ സമ്മേളനം എന്ന് പറയുന്നത്. ഈ ഇത് സംബന്ധമായി ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ട 3 വിഷയങ്ങളും ഘനപ്പെട്ട വിഷയങ്ങളാണ്. ഈ വിഷയത്തിൽ സംബന്ധിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ വന്യരായ പേരോട് ഉസ്താദ് ഈ ഇഅ്ജാസുൽ ഖുർആൻ എന്ന തലക്കെട്ടിൽ വിഷയം അവതരിപ്പിക്കാനുള്ള കൃത്യമായ ഒരു റൂട്ടും കൂടെ വരഞ്ഞു തന്നുകൊണ്ടാണ് എന്നെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സെഷൻ 7 മണിക്ക് ആരംഭിക്കേണ്ടതാണ്. അത് നമ്മൾ തുടങ്ങുന്നത് 9 മണിക്കാണ്. എന്റെ പിറകിൽ വരാനിരിക്കുന്ന ഉസ്താദുമാരെ കണ്ടുകൊണ്ട് അവരുടെ പ്രഭാഷണങ്ങൾക്ക് തടസ്സമാവരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 40 മിനിറ്റാണ് സമയം അനുവദിച്ചതെങ്കിലും അതൊരു അരമണിക്കൂറിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ചുരുക്കി എന്റെ വിഷയം അവതരിപ്പിക്കാം. കാരണം മറ്റു 2 ക്ലാസുകളും വിലപ്പെട്ടതായതുകൊണ്ട് അത് ഇവിടെ നടക്കണം എന്ന നിർബന്ധ ബുദ്ധിയാണ് സമയം വെട്ടിച്ചുരുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇഅ്ജാസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ അമാനുഷികതയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ ഖുർആൻ മനുഷ്യ സൃഷ്ടിയല്ല. എന്നാൽ അല്ലാഹുവിന്റെ കലാമാണ് എന്നറിയാത്ത ആരും ഈ സദസ്സിലിരിക്കുന്നില്ല. അത് സംബന്ധമായി ഇഅ്ജാസുൽ ഖുർആൻ സമർപ്പിച്ചുകൊണ്ട് തന്നെയാണ്
ഇവിടെ നേരത്തെ ഷെയ്ഖ് ലുതുഫി നടത്തിയ പ്രഭാഷണത്തിന്റെ രത്നച്ചുരുക്കവും ഇഅ്ജാസുൽ ഖുർആനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ആവർത്തിക്കാതെ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഉമ്മത്തിന് വെളിച്ചം കാണിക്കാൻ, മനുഷ്യ സമൂഹത്തിന് വെളിച്ചം കാണിക്കാൻ അള്ളാഹു പറഞ്ഞയച്ച റസൂലാണ്, തിരുദൂതരാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അള്ളാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിച്ചത് ഒന്ന് വിശുദ്ധ ഖുർആനാണ്. വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. 1,24,000 പ്രവാചകന്മാരെ മനുഷ്യ സമൂഹത്തിന്റെ നന്മക്കായി അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട സത്യസന്ധനായ പ്രവാചകരാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കാൻ അള്ളാഹു സത്യം ചെയ്തത് വൽ ഖുർആനിൽ ഹകീം, യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. യുക്തിഭദ്രമായ ഖുർആൻ സാക്ഷിയാണ്. ഇന്നക ലമിനൽ മുർസലീൻ, നബിയെ തങ്ങൾ മുർസലീങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടയാളു തന്നെയാണ്. തങ്ങൾ റസൂലാണെന്നതിന്റെ ഒന്നാമത്തെ തെളിവ് ഈ വിശുദ്ധ ഖുർആനാണ്. കാരണം ഇത് അമാനുഷികമാണ്. ഇങ്ങനെയുള്ള പദങ്ങളോ, ഖുർആനിന്റെ പദങ്ങളെപ്പോലെയുള്ള പദങ്ങളോ, ഖുർആന്റെ ആശയം പോലെയുള്ള ആശയങ്ങളോ, ഖുർആനിന്റെ തർത്തീബ് പോലെയുള്ള തർത്തീബോ ലോകത്ത് ഒരു മനുഷ്യ നിർമ്മിത പുസ്തകത്തിനും സാധ്യമല്ല. അതാണ് വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. നബിയെ ആശയത്തിലും ഓർഡറിലും ശബ്ദഭംഗിയിലും യുക്തിഭദ്രമായ ഖുർആൻ, ആ ഖുർആൻ സാക്ഷിയാണ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. ഇതാണ് ഒന്നാമത്തെ തെളിവ്. രണ്ടാമത് അല്ലാഹു അവതരിപ്പിക്കുന്നത് കുറ്റമറ്റ അല്ലാഹുവിന്റെ കലാമാണ്, തങ്ങൾ റസൂലാണെന്നതിന്റെ ഒന്നാമത്തെ തെളിവെങ്കിൽ തൊട്ടടുത്ത തെളിവ് അലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ തങ്ങളുടെ കുറ്റമറ്റ വ്യക്തിത്വമാണ് തങ്ങൾ നബിയാണെന്നതിനടുത്ത തെളിവ് എന്ന്. അലാ സിറാത്തിൻ മുസ്തഖീം. വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ അങ്ങേക്ക് ഒരു വക്രതയും ഒരു വളവും ലോകത്തൊരാൾക്കും കാണാൻ കഴിയില്ല, ലോകത്തൊരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങയുടെ ജീവിതം അത് സാക്ഷിയാണ്. ഖുർആനിൽ മുത്തുനബിയുടെ വയസ്സ് പിടിച്ച് അള്ളാഹു സത്യം ചെയ്തിട്ടില്ലേ? ഉണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സ് അത് സാക്ഷിയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ചെരിവ്, ഒരു വക്രത, ഒരു വളവ് കാണാൻ ഇന്നുവരെ ഒരു നിരൂപകർക്കും കഴിഞ്ഞിട്ടില്ല. വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചവരുണ്ടാവും, അതിലൊരർത്ഥവുമില്ല. അല്ലാഹു തആല പറഞ്ഞു, നിഷ്പക്ഷമായി ചരിത്രം എഴുതിയവർ തങ്ങളെപ്പറ്റി മദ്ഹേ പറയൂ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. പേനയും ആ പേന പിടിച്ച് ഖിയാമത്ത് നാൾ വരെ, അവസാന നാൾ വരെ സത്യസന്ധമായ ചരിത്രങ്ങൾ വരഞ്ഞിടുന്ന ചരിത്രകാരന്മാരുടെ വരമൊഴികളും സാക്ഷിയാണ്. വൽ ഖലം വമാ സതറൂ എന്നല്ല പറഞ്ഞത്, വമാ യസ്തുറൂൻ. ഖിയാമത്ത് നാൾ വരെ മാന്യമായി പേന പിടിച്ച് ചരിത്രമെഴുതുന്നവർ നബിയെ അവരുടെ വരമൊഴികളും സാക്ഷിയാണ്. മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ. അങ്ങയുടെ റബ്ബ് അനുഗ്രഹിച്ചിട്ട് അങ്ങൊരിക്കലും അങ്ങേക്കെന്തെങ്കിലും ബുദ്ധിക്ക് കുഴപ്പമുണ്ടെന്ന് ലോകത്ത് ബുദ്ധിയുള്ള ഒരാളും പറയൂല.
ആ വിഷയങ്ങളിലേക്കൊന്നും കടന്ന് സംസാരിക്കാനുള്ള സമയം എന്റെ മുമ്പിലില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനത് ചുരുക്കിയൊന്ന് പറഞ്ഞു എന്ന് മാത്രം. തിരുനബിയുടെ കുറ്റമറ്റ വ്യക്തിത്വവും അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യില് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള കുറ്റമറ്റ ഈ ഗ്രന്ഥവും തെളിവാണ്. നബിയെ തങ്ങൾ റസൂല് തന്നെയാണ്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ മുഅ്ജിസാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് അമാനുഷികമാണ്. ഖുർആനിന്റെ അമാനുഷികതകളെ മൂന്നായി വിഭജിച്ചത് കാണാം. ഉദാഹരണങ്ങൾ കൂടുതൽ പറയുമ്പോഴേക്ക് സമയം വൈകും. മൊത്തത്തിൽ ഖുർആന്റെ ഇഅ്ജാസ്, ഖുർആന്റെ അമാനുഷികതകളെ മൂന്നായിട്ട് മഹാന്മാർ വിഭജിച്ചത് കാണാം. ഒന്ന്, ഖുർആൻ ഉൾക്കൊള്ളുന്ന പ്രവചനങ്ങൾ. ഖുർആന്റെ പ്രവചനങ്ങളൊന്നും പിഴച്ചിട്ടില്ല. ഖുർആന്റെ പ്രവചനങ്ങളൊന്നും പിഴച്ചിട്ടില്ല. കേവലം പായ്ക്കപ്പലുകൾ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത്, പിൽക്കാലത്ത് മല പോലെ കടലിൽ ഉയർന്ന് പൊങ്ങി ഓടുന്ന എൻസിൻ കപ്പലുകളെക്കുറിച്ച് പരാമർശിച്ച വിശുദ്ധ ഖുർആനിന്റെ പ്രവചനം അതിവിടെ പുലർന്നു കണ്ടതാണ്. ആർത്തവരക്തമാണ് കുഞ്ഞാകുന്നത് എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ശാസ്ത്രത്തിന്റെ മുമ്പില്, 8-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ ഉള്ള ശാസ്ത്രം 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലൊക്കെ നിലനിൽക്കുന്നത് ഖുർആൻ ഇറങ്ങി 1000 കൊല്ലം. ഇവിടെയുള്ള ഭൗതിക ശാസ്ത്രം എന്തായിരുന്നു? ആർത്തവരക്തമാണ് കുട്ടിയാകുന്നത് എന്നാണ് വാദിച്ചുകൊണ്ടിരുന്നത്. പുരുഷബീജമാണ് എന്നിടത്തേക്ക് എത്തിയത് ഖുർആൻ ഇറങ്ങി 1000 കൊല്ലം കഴിഞ്ഞാരെയാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞാൽ ഒരു 4 നൂറ്റാണ്ട് മുമ്പ്. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പോലും ഫത്ഹുൽ ബാരിയിൽ ഈ ഭാഗങ്ങളൊക്കെ എഴുതി വെച്ചത് കാണാം. മുസ്ലിം സയന്റിസ്റ്റുകൾക്കെങ്കിലും ഒന്ന് മറിച്ചാലോചിച്ചൂടെ? ഖുർആനും ഹദീസും അടിക്കടി സംസാരിക്കുകയാണ്. മനുഷ്യൻ ഉപ്പയുടെ ബീജമാണ് എന്ന് സംസാരിച്ചിട്ട് എന്തിനാണ് മനുഷ്യന്മാർ ഇപ്പോഴും ദമുൽ ഹൈളാണ്, ആർത്തവരക്തമാണ് കുഞ്ഞാകുന്നത് എന്ന് പറയുന്നത്? എന്തിന്? അലം യഖു നുത്ഫതം മിൻ മനിയ്യിൻ യുംന എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി ചോദിച്ചില്ലേ? ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലത്തിലെ ഒരു തവണ സ്ഖലിക്കുന്ന ശുക്ലം മുഴുവനും കൂടെ കുഞ്ഞാകുന്നില്ല. ആ ശുക്ലത്തിൽ നിന്ന് ഒരു തുള്ളി ശുക്ലത്തിൽ ഉണ്ടെന്ന് പറയുന്ന ലക്ഷക്കണക്കിന് അണുക്കൾ, ആ അണുവിൽ ഒരു ബീജാണുവായിരുന്നില്ലേ? കയ്യും കാലും തലയും കണ്ണും മൂക്കുമൊക്കെയുള്ള ഞാനും നിങ്ങളും. അള്ളാഹു ചോദിക്കുകയാണ്, ഇതെന്നാ പറയുന്നത്? ആർത്തവരക്തമാണ് കുട്ടിയായി മാറുന്നതെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിന് ഇത് പറയാനുള്ള ധൈര്യം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രവചനം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലോകത്ത് തെളിയുകയാണ്. ലോകം അതിലേക്ക് കടന്നു വരികയാണ്. 19-ാം നൂറ്റാണ്ടിലാണ് മനുഷ്യൻ അവന്റെ വിരൽ തലപ്പിന്റെ അത്ഭുതം കണ്ടെത്തിയത്. തമ്പെടുക്കുന്ന പരിപാടി അങ്ങനെയാ തുടങ്ങിയത്. അത് 19-ാം നൂറ്റാണ്ടിലാ ശാസ്ത്രം കണ്ടെത്തിയത്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന എന്ന് പറഞ്ഞുകൊണ്ട് പുനരുത്ഥാനത്തിന്റെ കൃത്യത അവതരിപ്പിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം എഴുന്നേറ്റിട്ട് മണ്ണായിപ്പോയി നശിച്ചു പോയിരുന്ന അവന്റെ കൈകൾക്ക് പകരം പുതിയ കൈകൾ നൽകുമ്പോൾ ആ കൈയിലുള്ള തള്ളവിരൽ കൊണ്ട് ഒരൊപ്പ് വെച്ചാൽ നേരത്തെ മരിക്കുന്നതിന്റെ മുമ്പ് അവൻ വെച്ച ഒരൊപ്പും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും പരിശോധിച്ചാൽ സെയിമായിരിക്കും. അത്ര കൃത്യമായിട്ടാണ് അവനെ നമ്മൾ എഴുന്നേൽപ്പിക്കാൻ പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിന്റെ പ്രവചനങ്ങളിലൊന്നാണിത്. കാരണം 19-ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ ഖുർആൻ ഇത് വിളിച്ചു പറയുന്നത്. ഒരു 12 നൂറ്റാണ്ട് മുമ്പ്, 12 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ്. അപ്പൊ ഒന്നതാണ്, പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങൾക്ക് ഏറെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഞാന് 1, 2, 3 ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. സമയം വൈകുമെന്നതുകൊണ്ടാണ് ആയത്തുകൾ ഓരോന്നിനും ഓതി പറയാതിരിക്കുന്നത്. കാരണം സമയം ദീർഘിച്ചു പോകും. ഉലിബത്തി റൂം,
എന്ന് പറഞ്ഞത് ശരിക്ക് വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രവചനമായിരുന്നു. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. റോമും പേർഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. റോമക്കാർ അഹ്ലു കിതാബികളാണ്, പേർഷ്യക്കാർ അഹ്ലു കിതാബികളല്ല. അവിടെ റോമക്കാർ തോറ്റുപോയപ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങൾ അത് ആഘോഷിക്കുകയാണ്. കണ്ടോ, കിതാബിന്റെ അഹ്ലുകാർക്ക് പരാജയമാണ്, വേദങ്ങളെ അംഗീകരിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ സ്വഹാബത്തിനെയും അവർ കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ എത്ര ശക്തമായ പ്രവചനമാ നടത്തിയത്. ഗുലിബത്തിർ റൂം, റോം തോറ്റിട്ടുണ്ട്, സത്യമാണ്. ഇപ്പോൾ റോം പരാജയപ്പെട്ടിട്ടുണ്ട്, സമ്മതിക്കുന്നു. ഫീ അദ്നൽ അർള്, ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന ഒരു പ്രദേശത്ത് റോം തോറ്റുപോയിട്ടുണ്ട്, ശരിയാണ്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. അവിടെയൊക്കെ വേറെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഈ വിഷയ സംബന്ധമായുള്ള ഒരു ചർവണമല്ല, ചില സൂചനകൾ മാത്രമാണ്. വഹും മിൻ ബഅദി ഗലബിഹിം, അവരവരുടെ പരാജയത്തിന്റെ ശേഷം സയഗ്ലിബൂൻ, അവർ ഉയർത്തെഴുന്നേൽക്കും, വൻ വിജയം ഇവർ നേടാൻ പോകുന്നുണ്ട് റോമക്കാർ. ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ വമ്പിച്ച വിജയം റോമക്കാർ വിജയിക്കാൻ പോവുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പം ഈ ആയത്തോതി ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുശ്രിക്കീങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ നടന്നു. ആ സമയത്ത് അവർ ചോദിച്ചു, അല്ല അബൂബക്കറെ, നിനക്ക് ധൈര്യം പറയാൻ പറ്റുമെങ്കിൽ ഒരു പന്തയത്തിന് തയ്യാറാവണം. ഖുർആൻ ഈ പറയുന്നത് അന്ന് പന്തയം ഹറാമായിരുന്നില്ല. തഫ്സീർ ഗ്രന്ഥങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ പന്തയം വെക്കുന്നു. എത്ര വർഷങ്ങൾക്കുള്ളിലാ നടക്കുക? 3 മുതൽ 9 വരെയുള്ള വർഷങ്ങൾക്കിടയിലാണ് നടക്കുക എന്ന് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയും 7ാമത്തെ വർഷം റോം ജയിച്ച പേർഷ്യ പരാജയപ്പെട്ട കഥ അവർ കാണുകയാണ്. അതാണ് സൂറത്തുർ റൂമിന്റെ തുടക്കത്തിൽ ഈ പറഞ്ഞ ആയത്തുകളിലൂടെ പുലർന്ന പ്രവചനം. അപ്പൊ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞതൊക്കെ കൃത്യമായ സമയത്ത് പുലർന്നു എന്നതാണ്. ഇത് മനുഷ്യ ഗ്രന്ഥമല്ല എന്നതിന്റെ തെളിവ്, ഇത് അമാനുഷികമാണെന്നതിന്റെ തെളിവ് ഒന്ന്. ഇനി രണ്ടാമത്തേത്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മിയത്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഖുർആൻ മുഅ്ജിസാണെന്നതിന്റെ രണ്ടാമത്തെ തെളിവ്. അതായത് മുത്തുനബി ഉമ്മിയാണ്. ഉമ്മിയാണെന്ന് പറഞ്ഞാൽ എഴുതിയും വായിച്ചും പഠിച്ചിട്ടില്ലാത്തയാള്. അതേസമയം അള്ളാഹു 40 വയസ്സായപ്പോൾ എല്ലാം വാരിക്കോരി അങ്ങ് കൊടുത്തു, എല്ലാം അങ്ങ് കൊടുത്തു. പിന്നെ അറിയാത്തതൊന്നുമില്ല. പക്ഷെ തീരെ പള്ളിക്കൂടത്തിൽ പോകാത്ത ഒരാള്, ABCD പഠിച്ചിട്ടില്ലാത്ത ഒരാള് യൂണിവേഴ്സിറ്റി VC ആയി എന്ന് പറഞ്ഞാൽ ആരും ഒന്ന് അന്തിച്ചു പോകൂലേ? എന്നതുപോലെയാണ് മുത്തുനബി ലോകത്തോട് വിളിച്ചു പറയുന്ന വിഷയങ്ങള് അതിഗൗരവമുള്ള വിഷയങ്ങളാ. വളരെ വളരെ ചിന്താർഹമായ വിഷയങ്ങളാണ് ലോകത്തിന്റെ മുമ്പിൽ മുത്തുനബി പറയുന്നത്. അവിടെയാണ് മറ്റൊരു ശക്തിയുടെ ഇടപെടലില്ലാതെ, മുത്തുനബി വാദിക്കുന്നത് പോലെ അള്ളാഹു എന്ന ശക്തിയുടെ ഇടപെടലില്ലാതെ ഇത് സാധിക്കില്ല എന്ന് ലോകം സമ്മതിക്കുന്നത്. അപ്പൊ ഉമ്മിയായ സയ്യിദുനാ റസൂലുള്ളാഹി ഇത്രയും കുറ്റമറ്റ രീതിയിലുള്ള ഒരു ഗ്രന്ഥം പാരായണം ചെയ്തു എന്നത് വിശുദ്ധ ഖുർആന്റെ ഇഅ്ജാസിന്റെ തെളിവാണ്, രണ്ടാമത്തെ തെളിവാണ്. ഇനി മൂന്നാമത്തേത്, അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ എന്നോട് സൂചിപ്പിച്ചിരുന്നത്. ആ വിഷയത്തിൽ ഏതാനും ഉദാഹരണങ്ങൾ പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് മുതഅല്ലിമീങ്ങൾക്ക് വല്ലാതെ ഉപകാരപ്പെടും. അതെന്താണ്? ഖുർആനിന്റെ പദപ്രയോഗങ്ങള്, ഖുർആന്റെ തർത്തീബ്, ഖുർആനിന്റെ ഭാഷാപ്രയോഗങ്ങളുടെ കൃത്യത, അതാണ് മൂന്നാമത്തെ ഇഅ്ജാസ്. അതിലാണ് അടങ്ങിയിരിക്കുന്നത്. നല്ല സാഹിത്യ സമ്പുഷ്ടമായ അവതരണം.
വളരെ കൃത്യമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അത് ഞാൻ ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകുന്നു. സമയം ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സമയത്തിനുള്ളിൽ തന്നെ തീർക്കാൻ ഞാൻ ശ്രമിക്കും. ഏതാനും ചില ഉദാഹരണങ്ങൾ പെട്ടെന്ന് പറയാം, വിശദീകരിച്ചു പറയാതെ. ഒന്ന്, സൂറത്തുൽ അൻആമിൽ ഒരായത്ത് കാണാം. വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. ഇത് സൂറത്തുൽ അൻആമിലെ 151-ാമത്തെ ആയത്താണ്. എന്താ ഇതിന്റെ അർത്ഥം? ദാരിദ്ര്യം കാരണമായി നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. ദാരിദ്ര്യം കാരണമായി മക്കളെ കൊല്ലരുത്. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്. അള്ളാഹു പറയാണ്, ഞാനാണ് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മക്കളെ കൊല്ലരുത്. ഇത് സൂറത്തുൽ അൻആമിലെ ഒരായത്ത്. ഇതേ ആശയം സൂറത്തുൽ ഇസ്രാഇന്റെ 31-ൽ അള്ളാഹു പറയുമ്പം ചില്ലറ ചേഞ്ചിങ് ഉണ്ട്. ആ മാറ്റം എന്തുകൊണ്ട് എന്ന് ആലോചിക്കുമ്പോ നമ്മൾ ശരിക്ക് മൂക്കത്ത് വിരൽ വെച്ച് പോകും. പടച്ചോനെ, ഇതൊരു മനുഷ്യ പുസ്തകത്തിന് സാധ്യമല്ല. അത്രയും കൃത്യമായിട്ടാണ്. എന്താ പറയുന്നത്? സൂറത്തുൽ ഇസ്രാഇന്റെ 31-ലേക്ക് ഇതെത്തുമ്പം വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. സൂറത്തുൽ അൻആമിൽ അല്ലാഹ് പറഞ്ഞത് മിൻ ഇംലാഖ്, ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്. അത് സൂറത്തുൽ ഇസ്രാഇലെത്തുമ്പം ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത്, ഖശ്യത ഇംലാഖ്. അപ്പൊ ആദ്യം പറഞ്ഞത് വർത്തമാന ദാരിദ്ര്യമാണ്. ഇപ്പോൾ എനിക്ക് നിലവിലുള്ള ജോലി കൊണ്ട് എന്റെ 4 മക്കളെയും പെണ്ണിനെയും പോറ്റാൻ എനിക്ക് കഴിയൂല എന്ന് സങ്കല്പിക്കുക. അത്ര ചെറിയ ശമ്പളേ എന്റെ കയ്യിലുള്ളൂ, ചെറിയൊരു ജോലിയേ ഉള്ളൂ. അവനോട് പറയാണ്, ദാരിദ്ര്യം ഭയന്നിട്ട് 5ാമത്തെ ഒരു കുട്ടിയുടെ ജന്മത്തിന് നീ തടസ്സമാകരുത്. വർത്തമാന ദാരിദ്ര്യം ഉള്ളയാളാണ്. അവനോട് പറയാണ്, നീ ദാരിദ്ര്യം കാരണമായി മക്കളെ കൊല്ലരുത്. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത് നമ്മളാണ്. അതേസമയം അടുത്തത് പറഞ്ഞത് ഖശ്യത ഇംലാഖ്. എനിക്ക് ഒരു മാസത്തിൽ ഒരു 50,000 രൂപ വരുമാനമുണ്ട്. എന്റെ 4 മക്കളെയും പെണ്ണിനെയും എങ്ങനെയാ വേണ്ടതെങ്കിൽ പോറ്റാം, അത് സാധിക്കും. എന്നോട് പറയുന്ന ഭാഷ മിൻ ഇംലാഖ് എന്നല്ല, ഖശ്യത ഇംലാഖ് എന്നാണ്. വർത്തമാന ദാരിദ്ര്യം എനിക്കില്ല. അപ്പൊ എന്നോട് പറയാണ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത്, ദരിദ്രനായിപ്പോകും എന്ന് കരുതിയിട്ട് മക്കളെ കൊല്ലരുത്. ഇപ്പോ നിലവിലുള്ള ഭാര്യയെയും മക്കളെയും പോറ്റാൻ എന്റെ ശമ്പളം മതി. ഇനിയൊന്നുണ്ടായാൽ അതെന്റെ സുഖജീവിതത്തെ ചോദ്യം ചെയ്യും എന്ന് കരുതിക്കൊണ്ട് നീ മക്കളെ കൊല്ലരുത്. ഇത് പറഞ്ഞപ്പം ഭാവി ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നീ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞപ്പം അവിടെ ഖുർആനിന്റെ ആയത്ത് അവസാനിപ്പിച്ചതും ഒരു പ്രത്യേക ശൈലിയിലാണ്. നേരത്തെ അവസാനിപ്പിച്ചത് എങ്ങനെയാ? നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തരുന്നത് നമ്മളാണ്. ഈ ആയത്തിൽ അല്ലാഹ് പറയുന്നത് നഹ്നു നർസുഖുഹും വഇയ്യാഹും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് നമ്മളാണ്. വർത്തമാന ദാരിദ്ര്യമുള്ളവനോട് സംസാരിച്ചപ്പോ പറഞ്ഞത് നിങ്ങൾക്കും അവർക്കും. ഇപ്പം വർത്തമാന ദാരിദ്ര്യം ഇല്ല, വരുമോന്ന് പേടിച്ചിട്ട് മക്കളെ കൊല്ലരുത് എന്ന് പറയുന്നവരോട് പറയുന്നത് അവർക്കും നിങ്ങൾക്കും, നിങ്ങൾക്കും അവർക്കുന്നല്ല. നഹ്നു നർസുഖുഹും വഇയ്യാക്കും. പടച്ചോന്റെ കലാമ് എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. കാരണം നിലവില് നല്ല ഒരു ജോലിയുണ്ട്, എന്റെ മക്കളെയും കുട്ടികളെയും പോറ്റാൻ പറ്റാവുന്ന ഒരു ജോലി എന്റെ കയ്യിലുണ്ട്. എന്നോട് അള്ളാഹു നഹ്നു നർസുഖുകും എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നില്ല. കാരണം എന്താ? മനുഷ്യൻ ധിക്കാരിയാണ്. ആ മനുഷ്യൻ ഇത് കേൾക്കുമ്പോഴേക്ക് പറയും, നമ്മളാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്ന് പറയുമ്പോ അത് കാണാമായിരുന്നു ഈ സെറ്റപ്പുള്ള ജോലിയില്ലെങ്കിൽ, ഈ ജോലിയും ശമ്പളമൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നടക്കണ മനുഷ്യൻ പറഞ്ഞു. പക്ഷെ അവനെ തിരുത്തുന്നുണ്ട്. രണ്ടാമത് അവനെ തിരുത്തുന്നുണ്ട്. നഹ്നു നർസുഖുഹും വഇയ്യാക്കും, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാ. നിങ്ങൾ അംഗീകരിച്ചോ എന്നുള്ളത് വേറെ വിഷയം. അതേസമയം വർത്തമാന ദാരിദ്ര്യമുള്ളവനോട് ആദ്യമേ പറയാം നഹ്നു നർസുഖുക്കും. കാരണം ഇവൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും ഇവന്റെ ശമ്പളം കൊണ്ട് ഈ കുടുംബം പോറ്റാൻ ഇവന് കഴിയൂല. ഇപ്പൊ നടന്നു പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? അതെ, അതെങ്ങനെയാ? അല്ലാഹു ആലം. എന്നാ അത് തന്നെയാണ് ഉത്തരം. ഇനി ഒരുത്തനും കൂടെ ഉണ്ടായാൽ, ഒരുത്തിയും കൂടെ ഉണ്ടായാലും എന്നാണ് പടച്ച റബ്ബ് പറയുന്നത്.
ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഒരേ ആശയത്തിലുള്ള 2 ആയത്തുകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയതാണ്. ഇത്തരത്തിലുള്ള ആയത്തുകൾ ചർച്ച ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞിരുന്നത്. അതിന് ഞാൻ ഒരു 10ഓളം ആയത്തുകൾ തയ്യാർ ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു വച്ചിരുന്നു. ഈ പറഞ്ഞ ആശയം, ഞാൻ ഇപ്പോൾ പറഞ്ഞ ആശയം അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീറും അതുപോലെ തന്നെ ബഹറുൽ മുഹീത്ത് തഫ്സീറും 2 തഫ്സീറുകളിലും ഇത് കാണാം. ഞാനിപ്പോൾ ഈ പറഞ്ഞ മറുപടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം 2 ആയത്തുകളിലും 2 ശൈലി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ്? ഇനി സൂറത്തുൽ കഹ്ഫില് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് നമുക്ക് കാണാം. ദുൽഖർനൈനി യജൂജ് മൗജൂജിന്റെ ശല്യം തടയാൻ വേണ്ടി ശക്തമായ കെട്ടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ട് ആ കെട്ടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ശേഷം, അത് പരാമർശിച്ചതിന്റെ ശേഷം അള്ളാഹു പറയുന്നുണ്ട്, ഫമസ്താഉ അൻ യൽഹറൂഹു വമസ്തതാഉ ലഹു നഖബാ. പിന്നീട് ഒരിക്കലും ആ യജൂജ് മൗജൂജിന് ആ വലിയ മതിൽക്കെട്ട് എടുത്തു ചാടാൻ കഴിയില്ല. ഫമസ്താഉ അൻ യൽഹറൂ, അത് എടുത്തു ചാടാൻ അവർക്ക് കഴിയില്ല. വമസ്തതാഉ ലഹു നഖബാ, ആ മതിൽക്കെട്ട് തുളച്ച് ഉള്ളിലേക്ക് വരാനും കഴിയില്ല. ഒരു മതിൽ എടുത്തു ചാടലോ എളുപ്പം, തുരക്കലോ എളുപ്പം? തുരന്നുള്ളിലെത്തലാണോ എളുപ്പം, അതോ എടുത്തു ചാടലോ എളുപ്പം? തുരന്നുള്ളിലേക്ക് എത്തുക എന്നുള്ളത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അതോടുകൂടെ ശക്തമായി ഭദ്രമായി ഉണ്ടാക്കിയ മതിലുമാണ്. അതേസമയം മുകളിൽ കയറി താഴോട്ട് ചാടുക എന്നുള്ളതാണ് എളുപ്പം. അതുകൊണ്ട് എളുപ്പമുള്ള ഭാഗത്ത് ഒരേ അർത്ഥത്തിൽ വരുന്ന പദങ്ങൾ ഉപയോഗിച്ചപ്പം ഒരക്ഷരം അങ്ങ് കളഞ്ഞു. ഫമസ്തതാഉ എന്നില്ല, ഫമസ്താഉ അൻ യൽഹറൂഹു വമസ്തതാഉ ലഹു നഖബാ. ഒരേ അർത്ഥ രണ്ടിനും, അവർക്ക് സാധ്യമല്ല. പക്ഷെ അല്പം എളുപ്പമുണ്ടായപ്പം ഫമസ്താഉ എന്ന് പറഞ്ഞു. കുറച്ചൊന്ന് പ്രയാസാണ് പണി എന്ന് തോന്നിയപ്പോഴേക്കു വമസ്തതാഉ എന്ന് പറഞ്ഞു. സൂറത്തുൽ കഹ്ഫിൽ ബഹുമാനപ്പെട്ട ഖദർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും ഒരുമിച്ചുള്ള യാത്ര. ആ യാത്രയിൽ അവർ കണ്ട 3 അത്ഭുതങ്ങള്. ആ അത്ഭുതങ്ങൾക്കിടയിൽ അവർ പരസ്പരം വേർപിരിയുമ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹാദാ ഫിറാഖു ബൈനി വബൈനിക സഉനബ്ബിഉക ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ. നിങ്ങൾക്ക് തീരെ ക്ഷമിക്കാൻ കഴിയാതെ പോയ ആ മഹാസംഭവങ്ങളുടെ വിശദീകരണം ഞാനിതാ ഉടനെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അവിടെ പറഞ്ഞത് മാലം തസ്തതി അലൈഹി സബ്റാന. എന്നിട്ട് പിന്നെ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു കൊടുത്തു. അമ്മ സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ എന്ന് പറഞ്ഞിട്ട് ആ 3ഉം പറഞ്ഞു കൊടുത്തിട്ട് അവസാനം പറഞ്ഞു വമാ ഫഅൽതുഹു അൻ അംരി. ഇതൊന്നും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ദാലിക തഅ്വീലു മാ ലം തസ്തി അലൈഹി സബ്റ. അവിടെ തസ്തി ഇല്ല, തസ്തി അലൈഹി സബ്റ. എന്താ കാരണം? ഈ വ്യാഖ്യാനങ്ങൾ കേട്ടതിന്റെ ശേഷം ഇതിൽ ക്ഷമിക്കുക എന്നത് എളുപ്പമാണ്. വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് തസ്തി എന്ന് പറഞ്ഞാൽ പോരാ, തസ്തി എന്ന് പറയണം. കാരണം തീരെ സഹിക്കാൻ പറ്റാത്തതാണ് മൂസ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ വിശദീകരണത്തിന്റെ ശേഷം മാലം തസ്തി അലൈഹി സബ്റ എന്നാണ് അല്ലാഹു തആല എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനില് എത്ര സ്ഥലത്താണ് അല്ലാഹു ഇതുപോലുള്ള വിഷയങ്ങള് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. സൂറത്തുൽ ഖസസിൽ ഒരേപോലെയുള്ള 2 ആയത്തുകൾ, ഒരേപോലെയുള്ള 2 ആശയങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത് 2 ശൈലി അല്ലാഹു പറഞ്ഞത് കാണാം. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാഇൻ അഫലാ തസ്മഊൻ. സൂറത്തുൽ ഖസസ് 71. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. സൂറത്തുൽ ഖസസ് 72.
എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? രാവും പകലും അള്ളാഹുവിന്റെ മഹത്തായ രണ്ടനുഗ്രഹങ്ങളാണ്. ഖുൽ, നബിയെ തങ്ങൾ ഉമ്മത്തിനോട് ചോദിക്കണം, അറഅയ്തും, നിങ്ങൾ പറഞ്ഞു തരൂ മനുഷ്യരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ കാലാകാലം രാത്രി എന്ന സംവിധാനമാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ, വെളിച്ചത്തിന്റെ കീറ് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ, എന്നും അന്ധകാരം, ഇരുട്ട് മാത്രം, രാത്രി മാത്രം, ഇങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നതെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിളിയാ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വെളിച്ചം കൊണ്ടുവരാൻ അല്ലാഹുവല്ലാതെ വേറെ ഒരു ഇലാഹ ആരാ ഉള്ളത്? മൻ ഇലാഹുൻ ഗൈറുല്ലാ, ഒരു വെല്ലുവിളിയാ. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, അഫലാ തസ്മഊൻ, എന്റെ ഈ വെല്ലുവിളി നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്റെ ഈ വെല്ലുവിളി നിങ്ങൾ കേൾക്കുന്നില്ലയോ? അല്ലാഹു ചോദിക്കുകയാണ്. രാത്രി എന്ന സങ്കല്പപ്രകാരം സംസാരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ചോദ്യം അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇനി രണ്ടാമത്തേതെന്താ? ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി, അല്ലാഹു കാലാകാലം നിങ്ങൾക്ക് പകലാണ് അല്ലാഹു സംവിധാനിച്ചിരുന്നതെങ്കിൽ ആരാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ ഉതകുന്ന രാവിനെ കൊണ്ടുവന്നു തരിക? ഇത് ചോദിച്ചിട്ട് അല്ലാഹു ചോദിച്ചു, അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? എന്താ? രാത്രി എന്ന സങ്കല്പത്തിൽ അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? പകൽ എന്ന സങ്കല്പമായപ്പോ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? എന്തേ കാരണം? രാത്രി കാണലല്ല നടക്കുക, കൂടുതൽ നടക്കൽ കേൾക്കല. രാത്രി കാണുന്നതിനേക്കാൾ കേൾക്കാനാ കഴിയുക. രാത്രി തൊട്ടടുത്തുള്ള സാധനം പോലും കാണാൻ കഴിയില്ല ഇരുട്ടുകൊണ്ട്. അതേസമയം അങ്ങ് അകലെ നിന്ന് പോലും ശബ്ദം കേൾക്കാൻ പറ്റും. രാത്രിയുടെ ഒരു പ്രത്യേകതയാണത്. കിലോമീറ്റർ അകലെ നിന്ന് ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും രാത്രിയിൽ. പകലോ സ്വന്തം അടുത്ത റൂമിൽ നിന്നുള്ള ശബ്ദം തന്നെ കേൾക്കൂല. രാത്രി അങ്ങനെയല്ല. ഒരു 10-20 വീടപ്പുറത്ത് നിന്ന് അവർ ആർത്തു വിളിച്ചാൽ നമ്മൾ കേൾക്കും രാത്രി. അതേസമയം തൊട്ടടുത്ത് മുറ്റത്തുള്ളത് എന്താന്ന് പോലും കാണാൻ കഴിയില്ല, ദൂരേക്ക് കേൾക്കാൻ കഴിയും രാത്രി. പകല് നേരെ തിരിച്ചാണ്. പകല് കേൾവി കുറവായിരിക്കും. സ്വന്തം അടുത്ത റൂമിൽ തന്നെ ഒച്ചപ്പാടുണ്ടായാൽ കേൾക്കാൻ കഴിയില്ല. കാരണം ശബ്ദമയങ്ങൾ ഉണ്ടാകും പകലാകുമ്പോൾ. അതേസമയം അകലേക്ക് കാണാൻ പറ്റും. പകല് അകലേക്ക് കാണാൻ പറ്റും. അപ്പോ ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ എന്ന ആ ഒരു വീക്ഷണത്തിൽ അല്ലാഹ് സംസാരിക്കുമ്പം വെല്ലുവിളി അവസാനിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ ചാലഞ്ച് അവൻ അവസാനിപ്പിക്കുന്നത് അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചാ. അതേസമയം പകൽ എന്ന സങ്കല്പത്തിലാകുമ്പോൾ നിങ്ങൾ കാണുന്നില്ലേ എന്നുമാണ് ചോദിക്കുന്നത്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലയോ? ഞാൻ പറയുന്നത് ഇതെല്ലാം യാദൃച്ഛികമാണോ? ഇത്ര കൃത്യമായ ഈ ഘടന, പദഘടനകള്, ഇത് യാദൃച്ഛികമാണെന്ന് പറയാൻ ഒരു വിഡ്ഢിക്ക് മാത്രമല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിയൂ. ഇത് ഇമാം നസഫി തങ്ങൾ അവരുടെ തഫ്സീറിൽ പറഞ്ഞതാണ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാഴ്ചപ്പാട് ഇമാം നസഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ എഴുതിയത് കാണാം. ഇങ്ങനെ എല്ലാം കൃത്യമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് ചരിത്രകാരന്മാരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തി. സയഖൂലൂന സലാസത്തുർ റാബിഉഹും കൽബുഹും വയഖൂലൂന ഖംസത്തുൻ സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലൂന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും ഖുർ റബ്ബി അഅലമു ബിഇദ്ദതിഹിം മാ യഅലമുഹും ഇല്ലാ ഖലീൽ ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറാ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദാ. സൂറത്തുൽ കഹ്ഫ് 22-ാമത്തെ ആയത്ത്. സയഖൂലൂൻ, ശേഷം ചരിത്രകാരന്മാർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, തങ്ങളെ അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണം എത്രയാണ് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഖിലാഫുണ്ടാകും.
ശേഷം ചരിത്രകാരന്മാർ പറയും സലാസത്തു റാബിഉഹും കൽബുഹും, 3 ആളായിരുന്നു അസ്ഹാബുൽ കഹ്ഫ്, അവരിൽ 4-മത്തേത് നായ എന്ന് പറഞ്ഞാൽ 3ഉം 1ഉം 4. നായാണ് ഈ പ്ലസ് ചേർത്ത് കൊടുക്കുന്നത്. വയഖൂലൂൻ, മറ്റൊരു ടീം പറയും ഹംസത്തുൻ സാദിസുഹും കൽബുഹും, 5 ആളായിരുന്നു, 6-മത്തേത് നായയായിരുന്നു, 5ഉം 1ഉം 6 ആയിരുന്നു. റജ്മം ബിൽ ഗൈബ്, എല്ലാം ഉന്നം നോക്കാതെയുള്ള ഏറാണ്. കൊണ്ടെങ്കിൽ കൊണ്ടു എന്നുള്ള നിലക്കാണ്ട് എറിയെന്നെ അഭിപ്രായമാണ് പറഞ്ഞിടുക. വീണ്ടും പറഞ്ഞു വയഖൂലൂന സബ്അത്തും വസാമിനുഹും കൽബുഹും, വേറെ ഒരു ടീം പറയും 7 ആളായിരുന്നു അസ്ഹാബുൽ കഹ്ഫ് ഉണ്ടായിരുന്നത്, അവരുടെ കൂടെ 8-മത്തെ ആള് നായയും, 7ഉം 1ഉം 8 അങ്ങനെയാണ് എന്ന് പറയും. സത്യത്തിൽ നബിയെ തങ്ങൾ പറയണം ഖുൽ റബ്ബി യഅലമു ബിഇദ്ദതിഹിം, അവരുടെ യഥാർത്ഥ കണക്ക് പടച്ചോനാണ് അറിയുക. വമാ യഅലമുഹും ഇല്ലാ ഖലീൽ, വളരെ തുച്ഛം ബുദ്ധിയുള്ള തുച്ഛം ചില ആളുകൾക്കും അവരുടെ യഥാർത്ഥ കണക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് എണ്ണ സംബന്ധമായ ഒരു തർക്കം നടക്കുകയാണെങ്കിൽ ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ, ഒരു ഉപരിപ്ലവ തർക്കമല്ലാതെ ആ കാര്യത്തിൽ ആഴത്തിലുള്ള തർക്കത്തിലേക്ക് പോവേണ്ടതില്ല. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ. അതുകൊണ്ട് തന്നെ അഹ്ലു കിതാബികളോട് നിങ്ങൾ ആ കാര്യത്തിൽ ഒരഭിപ്രായവും ചോദിക്കാനും പോകണ്ട. കാരണം അത് ഇങ്ങനെ കൺഫ്യൂഷനാക്കി ഇടുന്നതിലാ ഹൈർ. അതുകൊണ്ട് ഞാൻ തൽക്കാലം അങ്ങനെ വെക്കുകയാണ്. എന്നാൽ ഈ ആയത്തോതിക്കൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അല്ലാഹു പറഞ്ഞു അല്ലാഹ്ക്കും വളരെ തുച്ഛം ആളുകൾക്കുമേ അതിന്റെ കണക്കറിയൂ. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അഹങ്കാരത്തിന്റെ ഭാഷയിലല്ല, വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞു, അനമിനൽ ഖലീൽ അനമിനൽ ഖലീൽ അല്ലദീന ഇസ്തസ്നാഹുമുല്ലാഹ്. അല്ലാഹു തആല ഇസ്തിസ്ന ചെയ്ത് പറഞ്ഞ, അല്ലാഹു തആല ഈ വാക്കിൽ ഒഴിവാക്കി പറഞ്ഞിട്ടുള്ള ഖലീൽ, തുച്ഛം ചില ബുദ്ധിമാന്മാർക്കും അറിയാമെന്ന് പറഞ്ഞ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ എന്നിട്ട് പറഞ്ഞു 7ഉം 1ഉം 8 എന്നുള്ള അഭിപ്രായമാണ് ശരി. ഇതെവിടെ നിന്ന് കിട്ടി? ഖുർആന്റെ പദഘടനയിൽ നിന്ന് കിട്ടിയതാണ്. കാരണം 3 അഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയത്. 3ഉം 1ഉം 4, 5ഉം 1ഉം 6, 7ഉം 1ഉം 8. പക്ഷെ 3ഉം 1ഉം 4, 5ഉം 1ഉം 6 എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു റജ്മം ബിൽ ഗൈബ്, ഉന്നം നോക്കാതെയുള്ള ഏറാണിത്. കൊണ്ടെങ്കിൽ കൊണ്ടു, ഒത്തെങ്കിൽ ഒത്തു എന്നുള്ള നിലക്കാണ് കേട്ടോ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അതേസമയം അത് കഴിഞ്ഞിട്ടാ പറയുന്നത് വയഖൂലൂന സബ്അത്തും വസാമിനുഹും കൽബുഹും, എല്ലാറ്റിനും ഒരേ പവറായിരുന്നുവെങ്കിൽ, ഒരേ ദറജയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 3ഉം കഴിഞ്ഞിട്ടല്ലേ റജ്മം ബിൽ ഗൈബ് പറയേണ്ടത്? 2 അഭിപ്രായം കഴിഞ്ഞിട്ട് റജ്മം ബിൽ ഗൈബ് പറഞ്ഞെങ്കിൽ 3-മത്തെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ഇത് ഉന്നം നോക്കാതെയുള്ള ഏറല്ല, ഇത് തുടിപ്പിന് കൊള്ളും. ഇതാണ് വിഷയം. വിശുദ്ധ ഖുർആനിന്റെ പദഘടനകൾ അത്ഭുതപ്പെടുത്തുന്ന പദഘടനകളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഖുർആൻ നടത്തിയിട്ടുള്ളത്. ഇത് അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീറും ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹും 2 പേരും ഈ സംഭവം നമ്മളെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതായി കാണാം. ഇനി നമുക്ക് വിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്തെടുത്ത് പരിശോധിച്ചാൽ ഇതേ രൂപത്തിൽ തന്നെ കാണാൻ കഴിയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവസാനിപ്പിക്കുകയാണ്, കാരണം ഞാൻ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. 2 മിനിറ്റ്. ഖുർആനിൽ നമുക്ക് അല്ലാഹു കണ്ണും കാതും ഹൃദയവും തന്നതിനെക്കുറിച്ച് സംസാരിച്ചപ്പം വിശുദ്ധ ഖുർആൻ അതിനൊരു ഓർഡർ സ്വീകരിച്ചിട്ടുണ്ട്. ആ സ്വീകരിച്ച ഓർഡർ ഏതാ? ആദ്യം കാത്, ആദ്യം ചെവി, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. ഇങ്ങനെയാ പറഞ്ഞത്. പറഞ്ഞിടത്തൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. ചില ഉദാഹരണങ്ങൾ വേഗം അങ്ങോട്ട് പോകാം. ആലിമീങ്ങൾ അസാസിലുള്ളത് എന്നുള്ളതുകൊണ്ട് അർത്ഥമൊന്നും പറയേണ്ട കാര്യമില്ല. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ. നിങ്ങൾക്ക് അല്ലാഹു തആല കാതും കണ്ണും ഹൃദയവും തന്നു. ആദ്യം ചെവി,
പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. അസ്സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ. ഇങ്ങനെയാണ് സൂറത്തുൻ നഹ്ലിന്റെ 78 പറഞ്ഞത്. ഇനി സൂറത്തുൽ ഇസ്രായിൽ നോക്കൂ. ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ചെവിയും കണ്ണും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. എല്ലാം ഉത്തരവാദിത്ത ബോധത്തോടെ ഉപയോഗിച്ചു കൊള്ളണം. സൂറത്തുൽ ഇസ്രാ 36. അവിടെയും ഏതെന്നെ പറഞ്ഞത്? ആദ്യം ചെവി, പിന്നെ കണ്ണ്, പിന്നെ ഹൃദയം. ഇനി സൂറത്തുൽ മുഅ്മിനൂന 78. വഹുവല്ലദീ അൻശഅ ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. അതും അങ്ങനെ തന്നെ. സൂറത്തുസ് സജ്ദ 9. വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. ഇനി സൂറത്തു ഹൂദ് 20. മാ കാനൂ യസ്തതീഊന സമഅ വമാ കാനൂ യുബ്സിറൂൻ. അവർക്ക് കേൾക്കാനും കഴിയില്ല, കാണാനും കഴിയില്ല. എല്ലായിടത്തും ചെവി ആദ്യം, പിന്നെ കണ്ണ്. ഹൃദയം പരാമർശിച്ചിടത്തൊക്കെ കഴിഞ്ഞിട്ട് എന്തൊരത്ഭുതമാണ്. സൂറത്തുൽ മുൽക്കിലും ഇത് തന്നെയാണ്. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തഷ്കുറൂൻ. സൂറത്തു യൂനുസിൽ ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. ആദ്യം സമീഅ്, പിന്നെ ബസീർ. ആദ്യം കാതുള്ളവൻ, പിന്നെ കണ്ണുള്ളവൻ. സൂറത്തുൽ ഇൻസാനിൽ അങ്ങനെ. ഇങ്ങനെ എല്ലായിടത്തും അങ്ങനെയാണ്. എന്ത് ഇതിന് കാരണം? അതിന് കാരണം മനുഷ്യൻ അറിവ് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ മാധ്യമം അത് ചെവിയാണ്. കണ്ടു പഠിക്കുന്നതിലേറെ കേട്ടാ പഠിക്കുന്നത്. കണ്ടുപഠിക്കുന്നതിലേറെ കേട്ടാ പഠിക്കുന്നത്. ഒരു കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് പ്രസവിച്ചു വീഴുന്ന ഉടനെ അവനെ കേൾപ്പിക്കാനുള്ള അറിവ് കേട്ടുപഠിക്കുന്നതാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലെ, ബാങ്ക് ഇഖാമത്തും അല്ലേ കേൾക്കുന്നത്? കേൾക്കാണ്. മാത്രമല്ല, ഈ വിഷയത്തില് ഈജിപ്തിലുള്ള ഒരു ഡോക്ടർ വലിയ ഒരു ഗവേഷണം നടത്തിയപ്പം അയാൾ എത്തിപ്പെട്ടത് എങ്ങോട്ടാണെന്നറിയോ? ഇതൊക്കെ നമ്മളെ ഷറഹുൽ അഖായിദയിൽ സാധാരണ നമ്മൾ ഓതാറുണ്ട്. ഈ സമഇനെ മുന്തിക്കാനുള്ള കാരണം അതിലും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. നിബ്രാസിലൊക്കെ ഈ ചർച്ച വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈജിപ്തിലെ ഒരു ഡോക്ടർ, അദ്ദേഹം എല്ലാ ആയത്തിലും അള്ളാഹു ആദ്യം ചെവി എന്നാ പറയുന്നത്. അപ്പൊ ചെവി ഇൽമ് ശേഖരിക്കാനുള്ള, അറിവ് ശേഖരിക്കാനുള്ള ഏറ്റവും നല്ല മാധ്യമമാണ് എന്നതിനപ്പുറം എന്തോ ഉണ്ടോന്ന് അയാൾ ഒരു ഗവേഷണം നടത്തിയപ്പോൾ അയാൾക്ക് കിട്ടിയ വിവരം എന്താണെന്നറിയോ? ഒരു കുഞ്ഞിൽ ആദ്യമായി പ്രവർത്തിക്കുന്നത് ചെവിയാണ്, കണ്ണല്ല. അവിടെയാണ് അത്ഭുതം. ഒരു കുഞ്ഞിൽ ആദ്യമായി പ്രവർത്തിക്കുന്നത് ചെവിയാണ്. അദ്ദേഹം അതിന് ഉദാഹരണം പറഞ്ഞു. ഇപ്പോൾ പ്രസവിച്ചു വീണ ഒരു കുഞ്ഞിന്റെ ചെവിയിൽ ചെന്നിട്ട് നിങ്ങൾ ടെ എന്ന് പറഞ്ഞാൽ കുട്ടി ഞെട്ടിച്ചാടും. അതേസമയം കുട്ടിന്റെ കണ്ണിലേക്ക് നിങ്ങൾ വിരലുകൊണ്ട് ഇങ്ങനെ കുത്താൻ ചെന്ന് നോക്കൂ, കുട്ടി കണ്ണടക്കൂല. അതിന് പിന്നെയും മണിക്കൂറുകളും ദിവസങ്ങളും പിടിക്കും ഈ ഒരു പ്രതികരണം കുട്ടിയിൽ ഉണ്ടാവണമെങ്കിൽ. കാരണം കണ്ണ്, പല ജീവികൾക്കും കണ്ണ് പിന്നെ കീറി വരുന്നതാ. പ്രസവിക്കുമ്പോ കണ്ണ് കീറൂല, ചെവി ഉണ്ടാവുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കണ്ണുണ്ടെങ്കിലും അത് പ്രവർത്തിക്കില്ല. മാത്രമല്ല, ഗർഭത്തിലിരിക്കുമ്പം തന്നെ ആദ്യമായിട്ട് പ്രവർത്തിക്കുന്ന അവയവമാണ്, രൂപപ്പെടുന്ന അവയവമാണ് ചെവി. കണ്ണിന്റെയും മുമ്പ് രൂപപ്പെടുന്നുണ്ട്. ഇതൊക്കെ അത്ഭുതങ്ങളാണ്. പിന്നെയോ, മറക്കപ്പുറത്തുള്ളത് കാണാൻ പറ്റില്ല, പക്ഷേ കേൾക്കാൻ പറ്റും. ചെവി, ചെവിയാണ് വലിയ സംഗതി. അതുകൊണ്ടല്ലേ അസ്ഹാബുൽ കഹ്ഫിനെ അള്ളാഹു 3 നൂറ്റാണ്ട് അവരെ കിടത്തിയുറക്കാൻ അള്ളാഹു തീരുമാനിച്ചപ്പം, 300 ആണ്ട് കിടത്തിയുറക്കാൻ തീരുമാനിച്ചപ്പോൾ അള്ളാഹു ചെയ്ത പണി എന്താ? ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. വർഷങ്ങളോളം അവരുടെ ചെവി പൊട്ടിച്ചിട്ടു. കാരണം ചെവി പൊട്ടിച്ചിട്ടെങ്കിലേ ചുറ്റുപാടുകളിൽ നിന്നുള്ള അപശബ്ദങ്ങള്, ഒച്ചപ്പാടുകള് ഇവരെ ഉണർത്താതിരിക്കൂ. അതേസമയം കണ്ണ് കൂടിയിട്ടില്ല ഉറങ്ങിയിട്ടും. തഹ്സബുഹും ഐഖാലൻ വഹും റുഖൂദ്. കണ്ണിങ്ങനെ പൊളിച്ചു കിടക്കായിരുന്നു ഉറങ്ങിയിട്ടും. കാരണം കണ്ണിഞ്ഞ് പൊളിച്ചു കിടന്നാലും വലിയ വിഷയമൊന്നുമില്ല. നമ്മളെ കൂട്ടത്തിൽ ചില ആളുകളുണ്ടാവും,
ഏത് ഉറങ്ങിയാലും കണ്ണടക്കാത്ത പോലെ. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കണ്ണ് തുറന്നു അടച്ചു, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഉറങ്ങിയാൽ പിന്നെ കണ്ണ് കാണൂല. ഉറങ്ങുന്ന മനുഷ്യന്റെ മുമ്പിൽ ഭാര്യ രാവിലെ 6 മണിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. 6 മണിയായി എന്ന് പറഞ്ഞിട്ട് ബോർഡും വെച്ചിങ്ങനെ നിന്ന അയാൾ എഴുന്നേൽക്കോ? ഇല്ല. ഏതായി നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സമയമായിരിക്കുന്നു, എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോഴാണ് സത്യത്തിൽ എഴുന്നേൽക്കുക. കാരണം കേൾവിക്കാണ് കൂടുതൽ പ്രാധാന്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം അതിക്രമിച്ചു. കുറെ വിഷയങ്ങൾ ഇതുപോലെ പറയാനുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ആദ്യം കണ്ണ് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ചെവിയും. അത് എവിടെയാണ്? സൂറത്തുൽ കഹ്ഫിലാണ്. അബ്സിർ ബിഹി വ അസ്മിഅ. അബ്സിർ ബിഹി വ അസ്മിഅ. അത് അള്ളാനെ പറ്റിയാ പറഞ്ഞത്. അള്ളാന്റെ കാഴ്ചയും കേൾവിയും ഒന്ന് പിന്നിൽ നിന്ന് പറയാനില്ലല്ലോ. അത് അള്ളാനെ പറ്റിയാണ്. എന്തൊരു കേൾവിയാണ്, എന്തൊരു കാഴ്ചയാ പടച്ച റബ്ബിന് സൂറത്തുൽ കഹ്ഫിൽ. അല്ലാത്തിടത്തൊക്കെ ആദ്യം ചെവിയാ പറഞ്ഞത്, പിന്നെ കണ്ണാ പറഞ്ഞത്, പിന്നെ കൽബാ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ കൽബ് പ്രവർത്തിക്കണമെങ്കിൽ പിന്നെയും സമയമെടുക്കും. ഇർജാസുൽ ഖുർആൻ എന്ന വിഷയത്തിൽ വേറെയും കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. തൽക്കാലം സമയക്കുറവുണ്ട്, ഇവിടെ അവസാനിപ്പിക്കുന്നു. പിന്നാലെയുള്ളവർക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. അല്ലാഹു സിറാജുൽ ഹുദ, ഇത് എന്നും ഒരു മാർഗദീപമായി എന്നും കത്തിച്ചൊലിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കണ്ണിൽ അല്ലാഹു കാണിച്ചു തരട്ടെ. ഇതിന്റെ സഹകാരികൾക്ക്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അതുപോലെ തന്നെ ഇതിന്റെ മുഹിബ്ബീങ്ങൾ, സഹകാരികൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ചെറിയ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറൽ ജസാ. ശ്രദ്ധിക്കുക, നാളെ നടക്കുന്ന പ്രൊഫസൈൻ സംഗമത്തിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഓഫീസിൽ ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസൈനിനെ സംബന്ധിക്കുന്നവർ രജിസ്റ്റർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വേദിയിൽ ഒരു സമ്മാന സമർപ്പണം സിറാജുൽ ഹുദ കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്പേസ് സമ്മേളന ഭാഗമായി സംഘടിപ്പിച്ച വനിതാ കോളേജുകൾക്ക് വേണ്ടിയുള്ള കയ്യെഴുത്ത് മാഗസിൻ നിർമ്മാണ മത്സരത്തിലെ വിജയികൾക്കുള്ള മൊമെന്റോ സമ്മാനിക്കുന്നു. ഒന്നാം സ്ഥാനം നേടിയത് സഅദിയ വിമൻസ് കോളേജ് കാസർഗോഡ്. ജനനി എന്ന പേരിൽ തയ്യാറാക്കിയ സഅദിയ വിമൻസ് കോളേജിന്റെ മാഗസിൻ ഒന്നാം സ്ഥാനം നേടി സമ്മാനം നൽകുന്നു. SYS സംസ്ഥാന സാരഥി ഡോക്ടർ PA മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സഅദിയ പ്രതിനിധി ഏറ്റുവാങ്ങുന്നു. രണ്ടാം സ്ഥാനം ഉമ്മുൽ ഖുറ വിമൻസ് അക്കാദമി പടിഞ്ഞാറത്തറ വയനാട്. സമ്മാനം നൽകുന്നു സിനാൻ തങ്ങൾ, സൗദി നാഷണൽ കമ്മിറ്റി സിറാജുൽ ഹുദ വൈസ് പ്രസിഡന്റ് സിനാൻ തങ്ങൾ ബുറൈദ സമ്മാനം നൽകുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടി ഉമ്മുൽ ഖുറ വിമൻസ് അക്കാദമിയുടെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. മൂന്നാം സ്ഥാനം MET ഗേൾസ് ശരിയാത്ത് സ്കൂൾ തിരൂർ അസർമുല്ല മാഗസിൻ മൂന്നാം സ്ഥാനം സമ്മാനം നൽകുന്നു. SSF നാഷണൽ സെക്രട്ടറി സിദ്ദീഖ് മുള്ളൂർ. ഏറ്റുവാങ്ങാൻ വേണ്ടി MET ഗേൾസ് ശരിയാത്ത് സ്കൂളിന്റെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ. 5000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ആണ് സമ്മാനമായി വിമൻസ് കോളേജിന്റെ മാഗസിൻ കയ്യെഴുത്ത് മത്സരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത്. ഖുർആൻ സമ്മേളനത്തിലെ രണ്ടാമത്തെ വിഷയാവതരണം നടക്കുന്നു. സ്നേഹം സേവനം ഖുർആന്റെ വെളിച്ചത്തിൽ അവതരിപ്പിക്കുന്നു പ്രമുഖ പണ്ഡിതനും ഖുർആൻ പ്രഭാഷകനുമായ റഹ്മത്തുള്ള സഖാഫി എളമരം. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.